Hi, how's it going? Guys, this is Hashim. Usually I start my conversation in groups and wherever I start my conversation like this. Hi, good morning, how are you doing? I got a lot of pretty, much good response, like especially in my group. A lot of group members who commented about this. How are you doing? This is the usual way I start my conversation. But today you might have noticed that it's a little bit different form. That is, how's it going? How's it going? You may be thinking that, why? How's it going? Hi, how's it going? Usually I start my conversation like, how are you doing? On my WhatsApp group, every day I start my conversation like this. Hi, good morning. How are you doing? Hello, good morning. How are you doing? This is the pattern of my conversation. My learners, especially my WhatsApp learners and other learners, they appreciate this. Many of the times they told me that they like this sort of a conversation, this sort of greetings very much. Hi friends, welcome to my new vlog. This is Hashim. Guys, നമ്മൾ കോൺവെർസേഷനുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഹൗ യു ഡൂയിങ് എന്ന് പറഞ്ഞാണ് സാധാരണ തുടങ്ങാറുള്ളത്. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ എൻ്റെ പഠിതാക്കളായിട്ടുള്ള എല്ലാവരും ഈ ഒരു രീതി, അതായത് ഹൗ യു ഡൂയിങ്, ഹൗ ആർ യു ഡൂയിങ്, ഇങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ, ഇങ്ങനെയുള്ളൊരു ചോദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അതിൻ്റെ വലിയ ഫാനാണ്, അവരൊക്കെ അത് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. സാധാരണ ഗ്രൂപ്പുകളിൽ ഞാൻ കോൺവെർസേഷൻ ആരംഭിക്കുന്ന സമയത്ത് ഹായ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഡൂയിങ്, ഹലോ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഡൂയിങ് എന്നുള്ളതാണ്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് നല്ല കമൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ആ ഒരു ശൈലി സ്വീകരിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ഞാൻ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് സ്വീകരിക്കുന്ന വേറൊരു തരം സെൻറ്റൻസ് എന്നുള്ള ഹായ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഡൂയിങ്, ഐ ഹോപ്പ് ദാറ്റ് ഓൾ ആർ ഡൂയിങ് ആബ്സൊല്യൂട്ട്ലി ഫൈൻ, ഐ ഹോപ്പ് ദാറ്റ് ഓൾ ആർ ഡൂയിങ് ആബ്സൊല്യൂട്ട്ലി ഫൈൻ. ഐ തിങ്ക് ദാറ്റ് ഓൾമോസ്റ്റ് എവറി ലേണേഴ്സ് in my group, they follow this sort of patterns. അപ്പോൾ എല്ലാവരും സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. സാധാരണഗതിയിൽ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് ഗ്രീറ്റ് ചെയ്യും. ഹായ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഇങ്ങനെയുള്ള ഗ്രീറ്റിംഗ്സ് ഒക്കെ ഉള്ള ചെയ്യാറുള്ളത്. അതിനുശേഷം ഹൗ യു ഡൂയിങ്, ഹൗ യു ഡൂയിങ്, ഹൗ യു ഡൂയിങ്, അല്ലെങ്കിൽ ഹൗ യു എന്ന് ചോദിക്കും. നമ്മൾ സാധാരണ ചോദിക്കില്ല ഹൗ ആർ യു എന്നുള്ളതാണ്. ഇപ്പോൾ ആ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത്. എന്താ പാണ്ടിപ്പട എന്നാണ് ആ സിനിമയിൽ തോന്നുന്നു. അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഹൗ ആർ യു എന്നുള്ളത്. ഈ അമേരിക്കൻ ആക്സെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആറ് വളരെയേറെ സൈലൻ്റ് ആണ്. യാ എന്നെ സമാനമായിട്ടുള്ള ഒരു ശബ്ദമാണ് ആറിനുള്ളത്. അതിപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഒട്ടും വ്യത്യാസമല്ല. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ആർ, 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 അതായത് നമ്മൾ ഫാദർ എന്ന് പറയുന്ന സമയത്ത് ഫാദർ, മദർ, സ്കൂട്ടർ, മോട്ടർ, ഇങ്ങനെയുള്ള ഒരു ആറിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒരിക്കലുമില്ല. പിന്നെ അത് വളരെയേറെ മൈലജ്. ദാറ്റ്സ് മൈ ഫാദർ, ദാറ്റ്സ് മൈ മദർ, ദാറ്റ്സ് മൈ ഫാദർ, ദാറ്റ്സ് മൈ ഓർഡർ, ഐ ഗോട്ട് ആൻ ഓർഡർ. ഇങ്ങനെയൊക്കെയുള്ള ഈ ആറിൻ്റെ ശബ്ദമുള്ളത് വളരെ ലൈറ്റായിട്ട് തികച്ചും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ശബ്ദം തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു നാറ്റീവ് സ്പീക്കറെ പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ തീർച്ചയായിട്ടും പ്രൊനൗൺസിയേഷൻ കാര്യമായിട്ട് പഠിക്കുക തന്നെ വേണം. ഒരുപാട് ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് ആർ എന്ന് പറയുന്ന ശബ്ദം, അതുപോലെ തന്നെ ടി എന്നുള്ള ശബ്ദം, അതുപോലെ തന്നെ എൽ എന്ന് പറയുന്ന ശബ്ദം. എൽ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞു എല്ല്, ലീഗൽ, ലിറ്റിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് അതിൽ നമുക്ക് ല, ല അല്ല, ള അല്ല, അതിൻ്റെ ഇടയിലുള്ള ശബ്ദമാണ് ല എന്നുള്ള ശബ്ദം. അറബി ഭാഷയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയായിരിക്കും. ലാദ് എന്ന് പറയുന്ന ശബ്ദം ഇതിന് സമാനമാണ്. I have a lot of feelings, I have a lot of informations, I got a lot of information about him, ഇങ്ങനെയാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഗ്രീറ്റിങ്സിലും അമേരിക്കൻ ആക്സെൻറ്റ്, അമേരിക്കൻ നാറ്റീവ് സ്പീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഗ്രീറ്റിങ്സ് ആണുള്ളത്. അവർ ശൈലികൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ഫോർമലായ സിറ്റുവേഷൻസും പാർട്ടി മീറ്റിങ്സിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. സാധാരണഗതിയിൽ സംസാരിക്കുന്ന സമയത്ത് മോർണിംഗിൽ അവർ വിഷ് ചെയ്ത് ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൗസ് ഇറ്റ് ഗോയിങ്, ഹൗസ് ഇറ്റ് ഗോയിങ്, നമ്മൾ സാധാരണ ചോദിക്കാറുള്ള ഹൗ യു ഡൂയിങ്, ഹൗസ് ഇറ്റ് ഗോയിങ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നേരെ മറിച്ച് അവർ ചോദിക്കുന്നത് ഹൗസ് ഇറ്റ് ഗോയിങ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്കെല്ലാവർക്കും വളരെയേറെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ വാട്സപ്പ്. ഈ വാട്സപ്പ് എന്നുള്ളത് ശരിക്കും അമേരിക്കയിൽ വാട്സപ്പ്, ഹൈ മാൻ, വാട്സപ്പ്, വാട്സപ്പ് ബഡി, വാട്സപ്പ്, വാട്സപ്പ് എന്നുള്ളത് ഒരു ഗ്രീറ്റിംഗ് ആണ്. ചോദിക്കുന്ന ഒരു ഗ്രീറ്റിംഗ്. ഹൈ മാൻ, വാട്സപ്പ്, ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഇസ് ഗോയിങ് എവറിത്തിങ്, വാട്ട്സ് ഗോയിങ് ഓൺ,
ഇത്രയൊക്കെ സാധാരണ ഗ്രീറ്റിങ്ങുകളാണ്. അങ്ങനെയുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് നിറഞ്ഞതാണ് അമേരിക്കൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ആക്സൻറ്റും. അത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയും ഞാൻ ഒരുപാട് സമയമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കോൾ സെൻറ്റർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ട്രെയിനിങ്ങുകൾ പങ്കെടുത്തിരുന്നു. അതുമായിട്ട് പങ്കെടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് റെമിനൻസ് എൻ്റെ ഭാഷയിൽ സ്വാധീനിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇംഗ്ലീഷ് പഠനം വളരെ ആക്സിലറേറ്റ് ചെയ്യുക, അതായത് അതിൻ്റെ പുതിയ ഒരു തലത്തിലേക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മളൊരു പുതിയ കോഴ്സ് തുടങ്ങുന്നുണ്ട്. അതിൽ അമേരിക്കൻ ആക്സെൻറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇഫ് യു ആർ സോ ഫാസിനേറ്റഡ് അബൌട്ട് അമേരിക്കൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ആക്സെൻറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സൗണ്ട്സ് ലൈക്ക് നേറ്റീവ് അമേരിക്കനെ പോലെ സംസാരിക്കുന്ന ട്രെയിനേഴ്സ്, വിദേശികളായ ട്രെയിനേഴ്സും അതുപോലെ തന്നെ 3 കിടിലൻ ട്രെയിനേഴ്സും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ പ്രോഗ്രാം NEPS എന്നാണ് പറയുന്നത്, നേറ്റീവ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് വിത്ത് PPC എന്ന് പറഞ്ഞാൽ പവർ പാക്ക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. 2 മാസം നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ്. കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ലൈവ് ക്ലാസ്സുകളാണ്. അതായത് സൂം സെഷനിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരു ദിവസം 2 മണിക്കൂറുള്ള സൂം സെഷൻ, പിറ്റത്തെ ദിവസം 2 മണിക്കൂർ വാട്സപ്പ് സെഷനിലുള്ള പ്രാക്ടീസ്, അങ്ങനെ 2 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണത്. അപ്പോൾ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും അതുപോലെ തന്നെ ഈ നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെട്ട് ഈ കോഴ്സിന് ചേരാവുന്നതാണ്. ഉടനെ തന്നെ ഈ കോഴ്സ് ആരംഭിക്കും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അഡ്വാൻസ് ആയിട്ട് ലേണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വാട്സപ്പ് വോയിസ് റഹ്മാൻ ഇംഗ്ലീഷ് അക്കാദമി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇംഗ്ലീഷ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇനിയൊരു അഡ്വാൻസ് കോഴ്സ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ആ സമയത്തൊന്നും നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇറ്റ്സ് യുവർ ചാൻസ്. ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദാറ്റ് മൊമെൻറ്റ്. ഇതാണ് ആ ചാൻസ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോണ ബ്രിങ് എ ലോട്ട് ഓഫ് മാസീവ് ഡിഫറൻസ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. പലരും നമ്മളോടൊപ്പം പറയുന്നത് ലോക്ക്ഡൗൺ കാലഘട്ടമാണ്, കൊറോണ പീരീഡാണ് എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം അറിയാം, തൊഴിൽ മേഖലയിൽ വളരെയേറെ റാപ്പിഡായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് മേഖലയാകണമെങ്കിൽ പോലും ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ട്, ഏറ്റവും എഫക്റ്റീവായിട്ട് സ്കിൽഫുള്ളായ എംപ്ലോയീസിന് മാത്രമാണ് ചാൻസ് ഉള്ളത്. അല്ലാത്തവരുടെ എണ്ണം ക്രമാതീതമായിട്ട് വളരെയേറെ റാപ്പിഡായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിൽ ഇഫ് യു റിയലി വാണ്ട് ടു ബ്രഷ് അപ്പ് യുവർ ഇംഗ്ലീഷ് ടാലൻറ്റ്സ്, ഡെഫിനറ്റ്ലി അവൈൽ ദിസ് സർവീസ്. ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഭാഷയിൽ പുരോഗതി നേടാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഈ കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ചാൻസ്. ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് എ പവർഫുൾ സ്കിൽസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. ആരെങ്കിലും പുറത്ത് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഇഫ് സമ്മൺ സ്പീക്സ് എ ഫ്ലോലെസ് ഇംഗ്ലീഷ് വിത്ത് എ ബ്യൂട്ടിഫുൾ ആക്സെന്റ്, ദാറ്റ് ഡെഫിനറ്റ്ലി അട്രാക്ട്സ് ഓൾ ഓഫ് us. അത് എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. സോ ഡു നോട്ട് വെയിറ്റ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്നെ ബന്ധപ്പെടാനായിട്ട് ഒരിക്കലും മറക്കരുത്. I hope that you have enjoyed this video. Thanks for watching. Until we meet next time, goodbye.